ആധുനിക ലോകത്ത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. നവസാമൂഹ്യ മാധ്യമങ്ങൾ കുടുംബജീവിതം തകർക്കുന്നു. പക്ഷേ ചേർത്ത് പിടിക്കുന്ന കരങ്ങളുണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾ കെട്ടുറപ്പുള്ളതാക്കാം. ദൈവസ്നേഹത്തിൻ്റെ അലയടികൾ സൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം കുടുംബങ്ങളിൽ തീർക്കുന്നു. മണ്ണിൽ സമാധാനത്തിൻ്റെ രാജാവായി ഉണ്ണിയേശുവിൻ്റെ ജനനം ആഗതമാകുന്ന നിമിഷം നമുക്ക് നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശപൂരിതമാകാം, മറ്റുള്ളവർക്ക് വഴികാട്ടിയായി. ഏവർക്കും ക്രിസ്മസ് മംഗളാശംസകൾ നേരുന്നു. ഉദയംപേരൂർ സുനദോസ് ഇടവാംഗങ്ങൾ അവതരിപ്പിക്കുന്ന നക്ഷത്രങ്ങൾ എന്ന ലഘുനാടകത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മത്തായി സാറേ, ഇതാ കഴിഞ്ഞ ദിവസം നമ്മൾ വാങ്ങിയ നക്ഷത്രങ്ങൾ. ക്രിസ്മസ് അടുത്തല്ലോ. ഇന്നലെ പള്ളിയിൽ നിന്നും കരോൾ വരുന്നത്. ഇത്ര വൈകിട്ടും നമ്മുടെ വീട്ടിൽ മാത്രമാണല്ലോ നക്ഷത്രമിടാത്തത്. സാറാമേ, ഈ മത്തായി സാറേ എന്നുള്ള വിളി ഒന്ന് നിർത്തിക്കൂടെ? കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ കേൾക്കുന്നതാണല്ലോ ഈ സാറേ സാറേ എന്ന്. പ്രായം 75 ആയടി. ആവുന്ന കാലത്ത് ഞാൻ നിന്റെ ഇഷ്ടത്തിന് എത്രമാത്രം നക്ഷത്രങ്ങളാണ് നമ്മുടെ വീട്ടിൽ കെട്ടിത്തൂക്കിയിരുന്നത്. ആ നക്ഷത്രങ്ങളുടെ തിളക്കം നിന്റെ കണ്ണുകളിലൂടെ ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട്. അന്നൊക്കെ നക്ഷത്ര വിളക്കുകളുടെ വെളിച്ചത്തിൽ നമ്മുടെ വീട് പ്രകാശിക്കുമായിരുന്നു. ജോണിക്കുട്ടിയും ജോസൂട്ടിയും അതൊക്കെ കണ്ട് തുള്ളിക്കളിച്ചിരുന്നു. ആ, അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എല്ലാം വിധി അനുഭവിക്കുക തന്നെ. സാറാമേ, നമുക്ക് എവിടെയാടി തെറ്റുപറ്റിയത്? അനേകം കുട്ടികളെ അക്ഷരത്തിന്റെ വെളിച്ചത്തിലേക്ക് നയിച്ച ഒരു അധ്യാപകനല്ലേ ഞാൻ. എന്നിട്ടും നമ്മുടെ മക്കളെ എനിക്ക് തിരുത്തുവാൻ കഴിഞ്ഞില്ലല്ലോ. അതാണ് നീ സാറേ എന്ന് വിളിക്കുമ്പോൾ എന്റെ മനസ്സ് പൊള്ളുന്നത്. വേണ്ടത്ര പഠിപ്പും വിവരവും നമ്മൾ നൽകി. ദൈവവിശ്വാസത്തിൽ അവരെ വളർത്തി. അവർ സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ ഈ ലോകത്തിന്റെ അന്ധകാരത്തിലേക്ക് എത്തിപ്പെട്ടു. ആ നക്ഷത്രങ്ങൾ ഇങ്ങോട്ട് തരൂ, ഞാൻ നോക്കട്ടെ ഇത് തൂക്കാൻ പറ്റുമോ എന്ന്. അപ്പാപ്പാ, അമ്മാമേ, എന്താണ് ക്രിസ്മസ് ആയിട്ട് നമ്മളുടെ വീട്ടിൽ മാത്രം നക്ഷത്രങ്ങൾ ഇടാത്തത്? എൻ്റെ ക്ലാസ്സിലെ ആരതിയുടെയും കണ്ണൻ്റെയും വീട്ടിലൊക്കെ നക്ഷത്രങ്ങൾ തൂക്കിയല്ലോ, പിന്നെ നമ്മുടെ വീട്ടിൽ മാത്രം? എന്തിയാ നിങ്ങളുടെ പപ്പയും അമ്മയും? അതോ, പപ്പയും മമ്മിയും മുറിയിൽ വഴക്കും അടിപിടിയുമാണ്. പപ്പ മമ്മിയെ കത്തിയെടുത്ത് കുത്താൻ ചെന്നു. സൈ കെട്ടപ്പോൾ മമ്മി പപ്പയെ അടിച്ചു. എന്താണ് അമ്മാമേ അവർ ഇങ്ങനെ? എൻ്റെ ദൈവമേ, ഈ വയസ്സാങ്കാലത്ത് ഞാൻ എന്തൊക്കെ കാണണം? നല്ല ദിവസമായിട്ട് കർത്താവേ, എനിക്കിതൊക്കെ കാണാൻ വയ്യ. സാറാമേ, നീ കൂടി എന്നെ സങ്കടപ്പെടുത്തല്ലേ. എടോ മനുഷ്യ, നിങ്ങൾ എന്നെ അടിച്ചു അല്ലേ? നിങ്ങളെ ഞാൻ പോലീസിൽ പിടിപ്പിക്കും. തൻ്റെ കൂടെയുള്ള പൊറുതി എനിക്ക് മതിയായി. ഓടി പുല്ലേ, നീ എന്നെ എന്തു ചെയ്യുമടി? ഒരു പോലീസ് എനിക്ക് പുല്ലാടി. മോളെ സിനി, എടാ ജോണി, എന്താടാ ഈ കാണിക്കുന്നത്? മണ്ണിൽ സമാധാനവുമായി യേശുദേവൻ പിറക്കാൻ പോകുന്നു. എന്നിട്ട് എന്താണ് നിങ്ങൾ ഇവിടെ ചെയ്യുന്നത്? കുറച്ച് നാളുകളായി ഞാനിത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്താടാ നിനക്ക് പറ്റിയത്? അപ്പനൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്ന് മുതലാണോ ജോലി തിരക്കാണെന്ന് പറഞ്ഞ് നീ വിശുദ്ധ കുർബാന മുടക്കിയത്? അന്ന് മുതൽ ഈ ഗതിയാണ്. കുട്ടികളും നിന്നെ പോലെ തന്നെ. അവർക്ക് കുർബാനയും വേദപാഠവും ഒന്നും വേണ്ട. അമ്മച്ചിക്ക് അറിയാമോ ഞാൻ എത്രത്തോളം സഹിക്കുന്നുണ്ടെന്ന്? അവസാനം ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ച് എന്നെ കൊല്ലാൻ കത്തിയെടുത്തു. എനിക്ക് വേറെ വഴിയില്ലഞ്ഞിട്ട് അമ്മച്ചി ഞാൻ ജോണിച്ചായനെ അടിച്ചത്. എനിക്കറിയാമോളെ, ഞാനും ഒരു സ്ത്രീയല്ലേ. നീ ക്ഷമിക്ക്.
മോളെ സിനി, എന്തു പറ്റിയത് ജോണിക്ക്? എന്താ അവൻ ഇങ്ങനെ? അപ്പച്ച, കുറേ മാസങ്ങളായി ജോണിച്ചായൻ ഊണും ഉറക്കവുമില്ലാതെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാണ്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യപ്പെടുന്നു. ഭയങ്കര വെപ്രാളമാണ്. ഞാൻ മടുത്തപ്പച്ച. എത്ര സന്തോഷത്തോടെയാണ് നമ്മൾ ജീവിച്ചത്. എല്ലാവരും ഒന്നിച്ച് സന്ധ്യപ്രാർത്ഥന നടത്തിയിട്ട് എത്ര നാളായി. ജോണിച്ചായൻ പള്ളിയിൽ പോയ നാളുകൾ പോലും മറന്നു. ഇതല്ലേ ഇല്ലിക്കൽ മത്തായി സാറിന്റെ വീട്? അതെ. എന്താണ്? നിങ്ങൾ ആരാണ്? ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ജയശങ്കർ. ആരാണ് ജോൺ മാത്യു? എന്റെ മൂത്ത മകനാണ് സാർ. എന്താണ് കാര്യം? ഞാൻ അവനെ വിളിക്കാം. മോനെ ജോണിക്കുട്ടി. ആരാ? എന്തു വേണം? നിങ്ങൾക്കെതിരെ ഒരു പരാതി ലഭിച്ചിട്ടുണ്ട്. അത് അന്വേഷിക്കുവാൻ വന്നതാണ്. എന്തു പരാതി? താങ്കൾ ആരാണ്? എനിക്ക് മനസ്സിലായില്ല. ഞാൻ സർക്കിൾ ഇൻസ്പെക്ടറാണ്. നിങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്നും 20 ലക്ഷം രൂപ തിരിമറി നടത്തിയതിന്റെ തെളിവുകൾ സഹിതമുള്ള പരാതിയാണ് ലഭിച്ചിട്ടുള്ളത്. ഞാനൊന്നും ചെയ്തിട്ടില്ല, വെറുതെ പറയുന്നതാണ്. കള്ളം പറയുന്നോടാ റാസ്കൾ. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. സാർ, ഞാൻ എല്ലാം പറയാം. മോനെ, നീ നടന്ന കാര്യം പറയടാ. അപ്പൻ എന്നോട് ക്ഷമിക്കൂ. പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ ഞാൻ ചെയ്തു പോയതാണ്. കരയാതെ കാര്യം പറയടാ. സാർ, ഞാൻ പണമുണ്ടാക്കാനുള്ള ആർത്തിയിൽ ഒരു ഓൺലൈൻ ബിസിനസ് നടത്തിയിരുന്നു. പക്ഷേ ഞാൻ ബിസിനസ്സിനായി നിക്ഷേപിച്ച പണവുമായി ആ സ്ഥാപനം മുങ്ങി. കമ്പനി അക്കൗണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ എടുത്താണ് ഞാൻ ബിസിനസ് ആരംഭിച്ചത്. ആ പണം എനിക്ക് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല. ഓഡിറ്റിൽ പണം തിരിമറി കണ്ടെത്തിയ വിവരം അറിഞ്ഞ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി ഞരമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് എൻ്റെ ഭാര്യ കടന്നു വന്നത്. ശരി, ഞാനിപ്പോൾ പോകുന്നു. നിങ്ങൾ ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. നാളെ സ്റ്റേഷനിൽ ഹാജരാവണം. ശരി സാർ, ഞാൻ ഇവനെ നാളെ സ്റ്റേഷനിൽ എത്തിക്കാം. ശരി. സാറാമേ, ജോണിക്കുട്ടി, സിനി, എന്റെ മക്കളെ, എല്ലാവരും ഇങ്ങോട്ട് വായോ. ജോണി, നീ സമാധാനിക്കടാ. ഞാൻ നിന്റെ കമ്പനി MD വിളിച്ചിരുന്നു. നിന്റെ കാര്യം ഞാൻ അയാളോട് സംസാരിച്ചു. ദൈവാനുഗ്രഹത്താൽ അയാളെ ഞാൻ പഠിപ്പിച്ചതായിരുന്നു. അയാളോട് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചു. അയാൾ നിന്റെ പേരിലുള്ള കേസ് പിൻവലിക്കാൻ പോലീസുകാരോട് ശുപാർശ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞു. പിന്നെ ഞാൻ റിട്ടയർ ചെയ്ത് ലഭിച്ച തുകയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കായി നീക്കിവെച്ചിരുന്ന തുകയിൽ നിന്നും 20 ലക്ഷം രൂപ ഞാനിതാ നിനക്ക് തരികയാണ്, ഒരു ക്രിസ്മസ് സമ്മാനമായിട്ട്. ഇതാ അതിന്റെ ചെക്ക്. നീ പിടിക്കുമോനെ. നീ ഇത് കമ്പനിയിൽ തിരികെ അടക്കണം. ദൈവമേ, നീ ഞങ്ങളുടെ കുടുംബത്തെ കാത്തല്ലോ. സാറാമേ, ഇനി നീ എന്നെ ഒന്ന് മത്തായി സാറേ എന്ന് വിളിച്ചേ. ഇപ്പോഴാണ് ഞാൻ ശരിക്കും സാറായത്. ഇന്ന് നമ്മുടെ ഭവനത്തിൽ പ്രകാശം ഉദിച്ചടാ മക്കളെ. ഉണ്ണിയേശു പിറന്നു. എടാ മക്കളെ, ഇതാ ഈ നക്ഷത്രങ്ങൾ തെളിക്കൂ. ദാ പള്ളിയിൽ നിന്നും കരോൾ എത്തിയല്ലോ.